ഞാൻ പറഞ്ഞില്ലേ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കാണുമ്പോൾ അവിടെ ഇന്ന് ഏറ്റവും വലിയ സമ്പന്നമായ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ വളരെ അവശയായിട്ട് കിടക്കുന്നവർ ഞാൻ കണ്ടിട്ടാണ് വന്നത്. അത് എന്തുകൊണ്ട് ഈ കെയർ ഹോംസിൻ്റെ കൂടെ ഡേ കെയർ കുട്ടികൾക്കുള്ള ഡേ കെയർ സെൻറ്ററും കൂടി വന്നുകൂടാ? പല IT സെക്ടറിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ് രാവിലെ വന്ന് കയറുമ്പോൾ ഭാര്യ അടുത്ത് റെഡി ആവുകയാണ് പോകാൻ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആരാണ്? കുഞ്ഞുങ്ങൾ. ഒരിക്കലും പ്രായമായവർ കുട്ടികളെ ഇത് ചെയ്യുന്നുണ്ട്. പല തരത്തിലാണ് കുട്ടികളെ അബ്യൂസ്ഡ് ആവുന്നത്. കാരണം അവർ പലപ്പോഴും സൈലൻ്റ് ആയി പോകും. ആണ്ടിൽ ഒരു പ്രാവശ്യം പോകും. അങ്ങനെ പോയി ഒന്ന് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ തിരിയുമ്പോൾ ഇനി വരുമോ മോളെ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡ്രഗ് എന്ന് പറയുന്ന ഒരു കാര്യം പല ലെവലിലാണ് ഇത് വരുന്നത്. കുഞ്ഞു മക്കളെ തൊട്ട് ടാർഗറ്റ് ചെയ്യണവർ. ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ കോളേജ് സ്റ്റുഡൻസ് പിന്നെ പറയണ്ട, നോ എൻഡാണ്. പിന്നെ കരിയർ ഉള്ള ആൾക്കാർ പോലും അതിനടിമകളാണ്. അച്ഛനങ്ങ് മരിച്ചപ്പോഴത്തേക്കും അച്ഛനെ കൊണ്ടൊന്ന് അടക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ബോൾ എടുത്ത് കളയാൻ പോകും. അപ്പോൾ ആ മകൻ പറയും, ആ കുഞ്ഞു മോൻ പറയും, അച്ഛാ ഈ ബൗൾ കളയണ്ട, കാരണം നാളെ അച്ഛൻ ഈ അവസ്ഥ വരുമ്പം എനിക്ക് ഈ ബൗൾ വേണ്ടേ തരാൻ. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിൽ വളരെ വ്യത്യസ്തമായൊരു ആശയം ഒരു ഇൻ്റർവ്യൂയിലൂടെ പങ്കുവെച്ച ഒരു ആളെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ലതിക ചേച്ചിയെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം ലതിക ചേച്ചി. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ കാണാനിടയായി ഈ അടുത്ത കാലത്തായിട്ട്. അതിൽ ചേച്ചി വളരെ വ്യത്യസ്തമായിട്ടുള്ള, കാരണം എനിക്ക് തോന്നുന്നു ഇത് ആരിലും അധികം അങ്ങനെ ആ ഒരു ആശയം വന്നിട്ടുണ്ടാവില്ല. ചേച്ചി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി. അത് കേട്ടപ്പോൾ എനിക്കും അത് ഭയങ്കര അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇത് എങ്ങനെയാണ് ഈ ആശയം ചേച്ചിയുടെ മനസ്സിലേക്ക് വന്നത്? കാരണം എൻ്റെ മനസ്സിലും അത് എത്രയോ കാലം കൊണ്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്നും എനിക്കറിയാം. അങ്ങനത്തെ ഒരാശയമാണ്. അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വന്നത് ഇപ്പം കെയർ ഹോംസ്, അതായത് വയസ്സായ അച്ഛനും അമ്മമാരെയും കൊണ്ടാക്കുന്ന കെയർ ഹോംസ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കത് അങ്ങനത്തെ ഒരു ആശയം ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്തിലൊക്കെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. പിന്നെ കാലക്രമേണ അതൊക്കെ ഞാൻ പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് ഫോറിൻ വെളി രാജ്യങ്ങളിലാണ് ഇത് കേട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ ആശയത്തിനോട് എനിക്ക് അന്നേ ഇഷ്ടമല്ല. എന്തിനാണ് നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും എന്തിനാ അവർ ഒറ്റപ്പെടണം ഇതിൽ വയസ്സുകാലത്ത്? അവരെന്തിനാ അവരെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ആശയം എൻ്റെ ഒരു തോന്നൽ, എനിക്കെപ്പോഴും എന്നെ വിഷമമുണ്ടാക്കിയൊരു തോന്നലാണത്. അതേസമയം നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നില്ലേ? എന്തുകൊണ്ട് അതേ വീട്ടിൽ തന്നെ നമ്മളെ വളർത്തിയ അച്ഛനമ്മയ്ക്കും ജീവിച്ചുകൂടാ? ശരിയാണ്, അവർക്ക് ഒരുപാട് കുട്ടികളെ നോക്കുന്ന പോലെ അല്ലായിരിക്കാം. പക്ഷേ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില പേരൻസ് അഡ്ജസ്റ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാരെ അവർക്ക് വീടുകളിൽ തന്നെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞോടുകൂടിയാണ് പിന്നെ കുറേ കൂടെ പ്രോബ്ലംസ് ഉണ്ടെന്നും എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഒരു കെയർ റൂമായി 2ആയി 3ആയി, ഇന്നിപ്പം ഇഷ്ടം പോലെയായി. അപ്പോൾ ഇപ്പം നമ്മളും അന്ന് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ട് ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ തന്നെ സമ്മാനസാൽ ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും, അല്ലേ? കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്, നമ്മളെ കാരണം ഒരാളും ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എന്തിനാ? കാരണം അവർക്കും പല ജോലികളായിട്ടാണ് അവർ അവിടെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ പല കുട്ടികളും മക്കളെ അഥവാ ഇങ്ങനെ അച്ഛനും അമ്മയും കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയോ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്, അവർ പ്രൊട്ടക്റ്റഡ് ആണ്, അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കൊണ്ടാണ് ഇതൊക്കെ വന്നത്. നല്ല കാര്യമാണ്. ഇപ്പം സുമനസാൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം പല തരത്തിലുള്ളതും അതായത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ പല ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കെയർ ഹോംസ് ഉണ്ട്, ഇപ്പം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം പക്ഷേ ഞാൻ കാണുന്നത്, മുമ്പ് ഞാൻ സൂര്യ TV-യിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പലയിടത്തും പോകുന്ന കൂട്ടത്തിൽ 1-2 ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഞാൻ കാണുന്നത് കണ്ണുകളിൽ വിരസതയാണ്. പലരുടെയും കണ്ണുകളിൽ വിരസതയുണ്ട്. കാരണം മുമ്പോട്ട് നോക്കാനൊന്നുമില്ല. ഇനി ഒരു മരണമാണോ അല്ലെങ്കിൽ മരണത്തിനെ കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിരസത, അവരെ ഒന്നുമില്ല. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അവരുടെ പലരുടെയും കണ്ണിൽ. ചിലവരെ അഡാപ്റ്റ് ചെയ്ത് നല്ലതായിട്ട് ഉള്ള ഇതിലൊക്കെ സന്തോഷിച്ച് പോകുന്നുണ്ട്. മുമ്പുള്ളതാണ്. ഇന്നിപ്പോൾ കുറേ കൂടെ പല പണം ഇതാണ് ഇതിൻ്റെ ഒരു ഇത്.
അങ്ങനെയൊക്കെയുള്ള ഇതിൽ കുറേ കൂടെ വ്യവസ്ഥകളുള്ള സ്ഥലങ്ങളിൽ അവർ താമസിക്കുമ്പോൾ അതിലും എൻ്റർടൈൻമെൻറ്റും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ സാധാരണ ലെവലിലുള്ള ഒരു കെയർ ഹോംസിൽ ഞാൻ കാണുന്ന കാര്യം ഒരു വിരസത, ഒരു ദുഃഖം, ഇതൊക്കെയാണ് പലരുടെയും മുഖത്ത്. നമ്മളെ വേണ്ട എന്നൊരു തോന്നൽ, ഇനി എന്ത്, ഈ ജീവിതം കൊണ്ട് ഇനി എന്ത് നേടാൻ, അല്ലെങ്കിൽ ഇനി എല്ലാം പോയോ എന്തെങ്കിലുമൊക്കെ, എന്താ പറയുക, മനസ്സിനകത്ത് എപ്പോഴും ഒരു വേവലാതിയും വിഷമവും ഒക്കെ കൊണ്ടു നടക്കുന്ന കുറേ മുഖങ്ങളെ ഞാൻ കണ്ടു. അപ്പം ഞങ്ങൾ തന്നെ പോകുന്നത് എന്തിനാണ്? ഒന്നുകിൽ അച്ഛൻ്റെ ശ്രാദ്ധം പ്രമാണിച്ചിട്ട് അവിടെ മുട്ടായി കൊടുക്കാനോ അല്ലെങ്കിൽ സ്വീറ്റ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ആണ്ടിൽ ഒരു പ്രാവശ്യം പോകും. അങ്ങനെ പോയി ഒന്ന് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ തിരിയുമ്പോൾ ഇനി വരുമോ മോളെ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇവർക്ക് യങ്ങർ ജനറേഷനുമായിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടായ്മ വന്നുകൂടാ. കുറേ കുട്ടികളെ പോയി കാണുന്ന എല്ലാം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്തുകൊണ്ട് ഒരു പുതിയതായിട്ട് വരുന്ന കുട്ടികളുമായിട്ട് ഇവർക്കൊരു ഇൻട്രാക്ഷൻ വന്നുകൂടാ? അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരും. അതൊന്ന്. പിന്നെ അത് ഒരു സൈഡാണ്. അങ്ങനെ ഒരു ഇതിലാണ് വന്നത്, എന്തുകൊണ്ട് ഈ കെയർ ഹോംസിൻ്റെ കൂടെ കുട്ടികൾക്കുള്ള ഡേ കെയർ സെൻറ്ററും കൂടി വന്നുകൂടാ? നടത്തുന്നവർക്ക് രണ്ടും നടത്താമല്ലോ, അത് വന്നുകൂടാ? ഇനി വേറൊരു ആസ്പെക്റ്റ്, കുട്ടികളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ. നമ്മൾ ഇപ്പം റോഷനിയൊക്കെ വർക്കിംഗ് ആൾക്കാരല്ലേ, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ആരെങ്കിലും വന്ന് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ എല്ലാവരും തിരക്കാണ്. പിന്നെ ഈ കുട്ടികളെ നോക്കാനും പേരൻസിന് അതുപോലെ തന്നെ സമയം അതിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള ഡേ കെയർ സെൻ്ററുകളിലേക്ക് വിടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാം ഇപ്പോൾ സംസാരിച്ച പോലെ തന്നെ ഈ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളൊക്കെ. അവരുടെ കഥകളും എല്ലാം കേട്ടൊക്കെ വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ റോഷൻ്റെ തന്നെ കേൾക്കാൻ ഇരിക്കുകയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയമാണ്, അതായത് കുട്ടികൾ അവിടെ പോകുമ്പോൾ അവർക്ക് പലതും പുതുമയാണ്, എല്ലാം പുതുമയാണ് അല്ലേ? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ബ്രൈറ്റ്നസ് ആണ്, അവർക്ക് എല്ലാം അറിയണം. ആ പ്രായത്തിൽ വൈ വാട്ട്, അപ്പം ഇതിനൊക്കെ ഉത്തരം പറയാൻ ഇന്ന് പേരൻസിന് അവർക്ക് പലപ്പോഴും സമയം കിട്ടുന്നില്ല. കാരണം രണ്ടുപേരും വർക്ക് ചെയ്താലേ ഇന്നൊരു നല്ല ജീവിത നിലവാരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ അല്ല. ഇന്നത്തെ ആഗ്രഹങ്ങൾ വേറെയാണ്, പഠിപ്പിക്കുന്ന ലെവൽ വേറെയാണ്, നല്ല ഇതാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ആഗ്രഹമുണ്ട് കുട്ടികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യണം. പല IT സെക്ടറിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ് രാവിലെ വന്ന് കയറുമ്പോൾ ഭാര്യ അടുത്ത് റെഡി ആവുകയാണ് പോകാൻ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആരാണ്? കുഞ്ഞുങ്ങൾ. ഒരിക്കലും അച്ഛനും അമ്മയും ഒന്നിച്ച് കാണുകയോ അവരുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കഷ്ടമാണ് ആ കാര്യം. പക്ഷെ എന്ത് ചെയ്യും? അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഒരു ഇടം കാണണം. അങ്ങനെയാണ് എൻ്റെ മനസ്സിനകത്ത് ഈ ആശയം വന്നത്, എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൂടാ? അങ്ങനെ വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഈ വയസ്സായ അച്ഛനും അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മമാർക്ക് അവരുടെ പല കഥകൾ ഷെയർ ചെയ്യാൻ കാണും. അവർ കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ഒരു അവസരം തീർച്ചയായിട്ടും ഇവര് മക്കളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ലാളിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് നമ്മുടെ ഉള്ളിലെ ഒരുപാട് സ്നേഹം ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ പറ്റും, അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശ്രദ്ധിക്കാൻ ആൾക്കാർ കാണും. അതുപോലെ കുഞ്ഞുങ്ങൾക്കും എന്താണ്, ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുന്ന ഒരു കെയർ കിട്ടും അല്ലേ? അവർക്ക് നല്ല കഥകൾ കേൾക്കാനും ആ പഴയ കാലത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇങ്ങനെ പലതരത്തിൽ അവർ എൻറിച്ച്ഡ് ആവും. രണ്ട് ഇതും കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടും വന്നെങ്കിൽ എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ ആശയം. വളരെ നല്ലൊരു ആശയമാണ്. കാരണം ഇത് ഈ ഒരു പ്രോഗ്രാം ഇപ്പം കാണുന്ന ആരെങ്കിലും നമ്മുടെ സർക്കാർ തലത്തിലുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ, കാരണം ഇത് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടില്ല. അതുകൊണ്ടാണ് പക്ഷെ ഇതൊരു ആശയം, ഒരു ക്യാമ്പയിൻ പോലെ എടുത്തിട്ട് ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, ചേച്ചി ഇതൊരു ക്യാമ്പയിനായിട്ട് ഇത് മാറണം, ഇത് ഒരു സിംഗുലർ എഫേർട്ടിൽ നിൽക്കില്ല. ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല എന്നുള്ള എനിക്കറിയാം, നമുക്ക് ആശയം പറയാനേ പറ്റുള്ളൂ. പക്ഷെ നാളെ ഒരു കാലത്ത് ആരെങ്കിലും വന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വിപുലീകരിച്ചുകൂടെ, ഇതിനെ നടത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല അഡ്വൈസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ ഇതൊരു കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടായ്മ പോലെ ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു ഹോപ്പാണ്
ഇത് അങ്ങനെ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്കൊരു അല്ല അത് അവരുടെ അവസാന നാളുകൾ മനോഹരമാക്കാൻ പറ്റും. ഇവരുടെ വളർന്നവരുടെ കാലവും നന്നാക്കാൻ പറ്റും. അതാ ഞാൻ പറയാം. രണ്ടും നന്നായിട്ട് വരും. അതാണ് ഏറ്റവും വലിയ, അതങ്ങനെയാണ് എൻ്റെ ആശയം. എനിക്ക് ആദ്യം മനസ്സിൽ വന്നിട്ട് കുറേ കാലമായിട്ട് ഞാനിത് കൊണ്ട് നടക്കുന്നതാണ്. എനിക്ക് പക്ഷെ പറയാൻ അവസരം തന്നത് അനന്തഗോപാലാണ് ഇന്റർവ്യൂവിലൂടെ. അതെ, കൂടുതലും കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങളായിരിക്കും അവര് പറഞ്ഞു കൊടുക്കുന്നതും. അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളിലും ഒരു സ്വഭാവ രൂപീകരണത്തിന് അത് വളരെയധികം തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, എങ്ങനെ മൂത്തവരോട് പെരുമാറണം, എന്ത് സംസാരിക്കാം, എന്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യം. ഈ ടി വിയും കണ്ട് പലതും പഠിക്കും. നമ്മുടെ ബ്രെയിനിൽ കൂടെ പല ചിത്രങ്ങളുമാണ് പോകുന്നത്. അതിൽ ഫിൽറ്ററിങ് എന്ന് പറയുന്ന സാധനം ഇല്ല. അവർ പലതും കാണുകയാണ്. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് കുറച്ച് കാലമെങ്കിലും അതിനൊന്ന് നീക്കി വെച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് വരുമ്പോൾ അവരിൽ സംസാരിക്കാനുള്ളതും അവർ പ്രകടിപ്പിക്കാനുള്ളതും അവരുടെ ആഗ്രഹങ്ങളും ആശകളും സ്വപ്നങ്ങളൊക്കെ പറയാനും ഒക്കെ ഒരു ചാൻസ് കിട്ടും. അതാണ് ഒരു വശം. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ പലതും കേൾക്കുന്നുണ്ട് പേപ്പറിലൂടെ, നമ്മൾ പല മീഡിയയിൽ കൂടെ. അതായത് അല്ലേ, അതെ, നമ്മളിപ്പോൾ ഈ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം, വല്ലാത്തൊരു ചൈൽഡ് അബ്യൂസ് വളരെ വളരെ കൂടിയിരിക്കുന്ന ഒരു കാലമാണ്. ഇത് പ്രായത്തിനൊന്നും ഒരു പരിധിയില്ല. അവര് പ്രായമായവർ കുട്ടികളെ ഇത് ചെയ്യുന്നുണ്ട്. പല തരത്തിലാണ് കുട്ടികളെ അബ്യൂസ് ആവുന്നത്. കാരണം അവര് പലപ്പോഴും സൈലന്റ് ആയി പോകുന്നു. അവർ ഈ ഒരു സ്കാർ വീണുപോയാൽ, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കാർ ആ കുട്ടിയുടെ മനസ്സിൽ വീണുപോലെ ഒരു ജന്മം എടുത്താൽ അത് തീരില്ല. അപ്പം ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ പല പേരൻസിനും ഈ ഒരു ആശയത്തിൽ ചിലപ്പോൾ അവർ അങ്ങനെ ഒരു ആപ്രിഹെൻഷൻ കാണാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ കെയർ ഹോമും ഡേ കെയറും ഒന്നിച്ചുള്ള സ്ഥലത്ത് ഒരു ഏരിയയിൽ അവർക്ക് മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. മോണിറ്റേർഡ് ആയിരിക്കണം അത്. ആ മോണിറ്റേർഡ് ആയിട്ടുള്ള സ്പേസിൽ ഇവർ മീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലോ, ഇൻഡിവിജ്വൽ റൂംസിലൊന്നും അല്ല, സ്പേസിൽ തന്നെ ഒരു നല്ലൊരു ഓപ്പൺ സ്പേസിൽ അത് ചെയ്തു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാം, അവരുടെ കൂടെ കളിക്കുകയും ചെയ്യാം. ആരോഗ്യമുള്ളവർക്ക് അതിനും കൂടാ എന്താണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. വേറൊന്ന്, ഇത് ഈ പേരൻസ് തന്നെ അവർക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ, കെയർ റൂമിൽ ജീവിക്കുന്നവർ സൺഡേയും മൺഡേയും ഇല്ല, അവരവിടെ തന്നെയാണ്, അവർക്ക് വേറൊരു ഇതില്ല. അങ്ങനെ വരുമ്പോൾ ഈ പേരൻസിന് പോലും അവരെ പോയി കണ്ട് ഇൻട്രാക്ട് ചെയ്യാം. അവരെത്ര സേഫാണ് ആ എൻവയറൺമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികൾ പോകുന്ന സ്ഥലം സേഫ് ആവണ്ടേ, അതും വേണമല്ലോ. അവർ ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കുട്ടികൾ ഡേ കെയറിലാണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്താണ് വരുന്നതെങ്കിൽ അത് എത്രത്തോളം സേഫാണ് എന്നറിയാൻ പേരൻസിന് ആഗ്രഹം ഉള്ളപ്പോൾ ആ ഒരു സംവിധാനം കൂടെ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. വളരെ മികച്ചൊരു ആശയമാണ്. അത്രയും റെസ്പോൺസിബിലിറ്റിയോടുകൂടി കാര്യമാണ്. പക്ഷെ എന്തിനാണ് നമുക്ക് ആ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യം എന്ന് ആലോചിക്കണം ആദ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം അവർക്ക് നമ്മൾ ആരെങ്കിലും ഉണ്ട്, ഈ പറയുന്ന എൽഡേഴ്സ് നമ്മളെ പറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പല കുട്ടികളും ഇപ്പം ഒരുപാട് ഡ്രഗ് എന്ന് പറയുന്ന ഒരു കാര്യം പല ലെവലിലാണ് ഇത് വരുന്നത്. കുഞ്ഞു മക്കളെ തൊട്ട് ടാർഗറ്റ് ചെയ്യണം അവർ. ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ കോളേജ് സ്റ്റുഡൻസ് പിന്നെ പറയണ്ട, നോ എൻഡാണ്. പിന്നെ കരിയർ ഉള്ള ആൾക്കാർ പോലും അതിന് അടിമകളാണ്. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളിൽ പോലും ആ ഒരു ഇത് വരുന്നത് എന്തുകൊണ്ട്? മുൻപൊക്കെ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമല്ലേ. കാര്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ആളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്, കൂടെ ഇടം വലന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവര് നമ്മളെ നോക്കിക്കോളുമായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ഒരു കാര്യം അന്യം പോയിരിക്കും. ഒരുമാതിരി കാറ്റത്തിട്ട മറ്റേ അപ്പൂപ്പൻ താടി പോലെയാണ് കുട്ടികൾ. റൂമില് അവരുടെ ലോകത്തങ്ങ് ജീവിച്ചു പോവാണ്. കുറെ എന്താണ് പറയാ, കുറെ ടി വി അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ്, ഇതാണ് അവരുടെ വിഷൻ. ഇത്രയുള്ള അവരുടെ വിഷൻ. പിന്നെ അവരുടെ ലോകം അതിനകത്താണ്. ഈ ആൾക്കാരോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, സോഷ്യൽ ബിഹേവിയർ, മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുന്നതിന് പലരും, എല്ലാവരും നല്ല, ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനം. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് എല്ലാരെയും അല്ല, ഒരു ശതമാനം അല്ലെങ്കിൽ അതിലൊരു കുറച്ച് ആൾക്കാരെ ആയിരിക്കും വരാം. നല്ല രീതിയിൽ വരുന്ന ആൾക്കാരും അപ്പൂപ്പനും അമ്മമ്മയോടൊക്കെ ഇപ്പോഴും ജീവിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ വ്യത്യാസവും ഉണ്ട് തീർച്ചയായിട്ടും. ആ കുട്ടികളിൽ ഒരു കാരണം നമ്മുടെ പല പല കഥകളും കാര്യങ്ങളും നമ്മുടെ ഹീറോസിനെ പറ്റി മുന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തില് സന്ധ്യാനാമം
അമ്മൂമ്മയുടെ ചുറ്റും ഇങ്ങനെ നമ്മൾ എല്ലാ കൊച്ചുമക്കളും ഇരുന്നിട്ട് നാമം നമ്മളെല്ലാരും വിളിക്കും, അതെ ഇരുത്തി നാമം ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അത് കഴിയുമ്പോൾ പിന്നെ കഥ പറഞ്ഞു തരും. രാമായണം, മഹാഭാരതം, അതിലേക്ക് ചെറിയ ചെറിയ കഥകൾ നമുക്കത് കേൾക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് അതൊക്കെ തിരിച്ചു വരണം. തീർച്ചയായിട്ടും. കാരണം കുട്ടികൾ പഠിച്ച് വലിയവരായി മറ്റേ പൊസിഷൻ ഓടിയല്ല, ആദ്യം അവരെ ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല മനുഷ്യരായിട്ട് വളരുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിന് മനുഷ്യരാവണമെങ്കിൽ നല്ല നല്ല ക്വാളിറ്റീസ് അവർ കേട്ടിരിക്കണം, കണ്ടിരിക്കണം. അപ്പോൾ ഇത് ഇത്രയും വന്നാൽ മാത്രമേ ആ അവരിൽ ഒരു നല്ല ഒരു ഹ്യൂമൻ ബീയിങ് വരുള്ളൂ. തീർച്ചയായിട്ടും. അതാണ് എൻ്റെ ഇത്. കാരണം പഠിച്ച് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ആവും, അത് തീർച്ചയായിട്ടും അവർ ആയിക്കോളും, അതതിൻ്റെ ഉള്ളതാണ്. പക്ഷേ നല്ല മനുഷ്യനാവണമെങ്കിൽ നല്ല ഗൈഡൻസ് വേണം, നല്ലോണം വളമിട്ട് വെള്ളം ഒഴിച്ചാലേ ചെടി വളരുകയുള്ളൂ. എന്ന മാതിരി നല്ല ആശയങ്ങളും നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. ഭക്ഷണം കൊടുക്കാം, എന്തെങ്കിലും സ്റ്റഫ് ചെയ്യാം, അതല്ല. പക്ഷേ ഈ പറയുന്ന പേരൻസും ഈ പറയുന്ന ഈ കെയർ ഹോമിലുള്ള ആൾക്കാരും ഡേ കെയറിലുള്ള ആൾക്കാരും ഇതിനുള്ള അധികാരികളും ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകരിലുള്ള ആരെങ്കിലും അങ്ങനെ, അതായത് ഇതിനെ കണക്ട് ചെയ്ത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സമന്വയിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ സൊസൈറ്റിയിലേക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇനിയിപ്പോൾ ഞാനൊരു പ്രോജക്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അത് തീർക്കാൻ പറ്റണം അല്ലേ. അപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുട്ടികളാണല്ലോ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ അവിടുത്തെ കുട്ടികളാണ്. അപ്പം ഈ നല്ല ആശയം ഇതിനേക്കാളും നല്ല ആശയങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഈ പറയുന്ന ഇങ്ങനെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന വയസ്സായ ആൾക്കാർ, ഇതിൻ്റെ ഇടയിൽ രണ്ടും അല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ്, അച്ഛനമ്മമാർ, ഇങ്ങനെ ഒരു കുറേ സൊസൈറ്റിയിലുള്ള പല സെക്ഷനിലും സെഗ്മെൻറ്റ്സിനും ഒരു നല്ല ഇതാവും, ഒരു സമാധാനമാവും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അത് ഒരു ഡ്രീം, എൻ്റെ ഡ്രീം കം ട്രൂ ആവണമെന്ന് എൻ്റെ പ്രാർത്ഥനയാണ്. അത് ഈ പറയുന്ന എല്ലാവരും, ഇത് കേൾക്കുന്നവരെല്ലാവർക്കും ആ ചിന്തയുണ്ടായി എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയാൽ ശരിക്കും പറഞ്ഞാലൊരു നന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും നന്നായിരിക്കും, 100%. ഇങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വരുമ്പോൾ ചേച്ചി ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മുടെ ഒരു ആശയം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. എവിടേക്കോ മനസ്സിൽ തട്ടിയ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഒരു ആശയത്തിലോട്ട് നമ്മൾ വരുന്നത്, ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു സാധനത്തിൽ വരുന്നത്. അപ്പം പല പല കഥകൾ പല കാര്യങ്ങളും പഠിക്കുമ്പം എൻ്റെ ആദ്യം എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ആദ്യം എന്ന് പറയാം, ഇത് മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങളാണ്. അത് ഒരു ചൈനീസ് സ്റ്റോറിയാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അത് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുമ്പെയാണേ. അപ്പം ഇപ്പം ഒരുപാട് പേർക്ക് അത് അറിയാം, എങ്കിലും ഞാൻ അത് പറയുകയാണ്, എൻ്റെ മനസ്സിൽ തട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഒരു ചൈനീസ് ഫാമിലി, അവിടെ ഒരു അച്ഛനുണ്ട്, അയാളുടെ ഒരു മകനുണ്ട്, ഭാര്യ, കുട്ടി, ഇത്രയാണ് വീട്ടിലുള്ളവർ. അവർ സാധാരണക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ അച്ഛനൊരു എല്ലാവരും ബൗൾ രാത്രിയാകുമ്പോഴത്തേക്കും, അവർ ചൈനക്കാരല്ല, ചൈനീസ് ആൾക്കാരല്ല, അവർ ബൗളിലാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ബൗള് തട്ടി വീണ് പൊട്ടുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് വളരെ ഇതായി, അറിയാലോ, ഒരു ശോകമൂക അന്തരീക്ഷം, അച്ഛനെന്തോ വലിയ ക്രൈം ചെയ്ത പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞ് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, കുട്ടി ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, ഒരു 10 വയസ്സായ കുഞ്ഞാണ്, അത് വാച്ച് ചെയ്യുന്നുണ്ട് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് കാണുന്നത്, അപ്പം ഇവർ ഭാര്യയ്ക്ക് ദേഷ്യമായി, കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പൊട്ടുന്നു, കയ്യിലിപ്പോൾ ഒന്നും ഇരിക്കുന്നില്ല എന്താ പറഞ്ഞ് അങ്ങനെ ഒരു മാതിരി ഇതായിട്ട് പറയാൻ തുടങ്ങി. അതും ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം വേഗം എന്ത് ചെയ്തു, അവിടെ ഒരു മരത്തിൻ്റെ ബൗളുണ്ടായിരുന്നു. പിറ്റേ ദിവസമുണ്ട് ഒരു സാധാരണ ഒരു മരത്തിൻ്റെ ബൗള് എടുത്തിട്ട് അച്ഛന് ഭക്ഷണം കൊടുക്കുന്ന ഈ കുഞ്ഞ് കാണുന്നുണ്ട്. കുഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല അവൻ. അപ്പം അച്ഛന് ഒന്നും മിണ്ടുന്നില്ല, കാരണം എല്ലാവരും നല്ല ബൗളിൽ കഴിക്കുമ്പം ഈ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തി ആ മരത്തിൻ്റെ ബൗളിൽ കൊടുക്കും, അത് കഴിക്കും, അച്ഛൻ അതിൽ തന്നെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കാലം ഇങ്ങോട്ട് കഴിഞ്ഞു. കുഞ്ഞിതൊക്കെ കാണുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഈ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണുന്ന സീനെന്ന് പറഞ്ഞാൽ അച്ഛനങ്ങ് മരിച്ചു. അച്ഛനങ്ങ് മരിച്ചപ്പോഴത്തേക്കും അച്ഛനെ കൊണ്ടുവന്ന് അടക്കി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ബൗളെടുത്ത് കളയാൻ പോകും. അപ്പോൾ ആ മകൻ പറയും, ആ കുഞ്ഞു മോൻ പറയും, അച്ഛാ ഈ ബൗൾ കളയണ്ട,
കാരണം നാളെ അച്ഛൻ ഈ അവസ്ഥ വരുമ്പം എനിക്ക് ഈ ബൗളിൽ വേണ്ടേ തരാൻ, തരാൻ. ആ. ഈ ബൗളിൽ വേണമല്ലോ ഞാൻ അച്ഛന് ആഹാരം തരാൻ. അപ്പോൾ ഈ മകനത് വല്ലാത്തൊരു ഷോക്കാവും. കാരണം എന്താണോ ഇയാൾ ചെയ്തത് അത് ഈ കുഞ്ഞ് വാച്ച് ചെയ്യായിരുന്നു. നാളെ അവനിൽ വളർത്തിയ സംസ്കാരം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അതെ അതെ അതങ്ങനെ മാറി. അതെ. പിന്നെ ഞാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ ഇതിൽ കാണുന്നുണ്ട്. അതായത് അച്ഛനെയും അമ്മയും കൊണ്ടുവന്നാക്കും, എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നു ഈ പയ്യൻ ദത്തുപുത്രനായിരുന്നു. ഒരു അതൊക്കെയാണ് ഒരു ദത്തുപുത്രനെയാണ് ഇത്. ആ പറയുന്ന ഓർഫണേജിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തിട്ടാണ് ഈ അച്ഛൻ വളർത്തിയത്. എന്നിട്ട് അതേപോലത്തെ ഒരു ഓർഫണേജിൽ കൊണ്ടുവന്ന് ഈ അച്ഛനെ ആക്കുമ്പോൾ അവിടുത്തെ നോക്കുന്ന ഒരാൾ പറയും, എൻ്റെ അച്ഛനെ നിങ്ങൾക്കറിയാമോ? തീർച്ചയായിട്ടും. കാരണം 10-30 വർഷം മുമ്പ് ഇവിടെ നിന്നൊരു കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ഇവൻ റിയലൈസ് ചെയ്യുന്നത് ആ കുഞ്ഞ് അവനായിരുന്നു. എന്നിട്ട് അച്ഛൻ അതേ അവസ്ഥ കൊണ്ട് കൊടുക്കുമ്പോഴും അച്ഛൻ മിണ്ടുന്നില്ല, ഇതെൻ്റെ ദത്തുപുത്രനാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ തട്ടും. തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ ഈ സൊസൈറ്റിയിലുള്ള പല ആൾക്കാർ, അതായത് ഈ പറഞ്ഞ എല്ലാ തരം ആൾക്കാർക്കും ഒരു കോമൺ ആയിട്ടൊരു സമാധാനം എന്നൊരു സാധനം, സന്തോഷം എന്നൊരു കാര്യം ഇതൊക്കെ വരുത്താൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുമാത്രം. ഈ പറഞ്ഞ പോലെ ഇപ്പം 2-3 ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പല പല ഒരിക്കലും പിന്നെ നമ്മുടെ ഈ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്, ഇഷ്ടം എത്രയോ കാണുന്നത്. നമുക്കറിയാവുന്ന എത്രയോ ആൾക്കാർ അത് ചെയ്തിട്ട് അതിൻ്റെ വരുംവരായികൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കാണുമ്പോൾ അവിടെ ഇന്ന് ഏറ്റവും വലിയ സമ്പന്നമായ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ വളരെ അവശയായിട്ട് കിടക്കുന്നവർ ഞാൻ കണ്ടിട്ടാണ് വന്നത്. എന്തുകൊണ്ട് അവരവിടെ കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഇതിൽ പറയും നമ്മൾ ഫെയ്റ്റ് അങ്ങനെ ഇങ്ങനെ അല്ല. അവിടെ അവർക്ക് നല്ലൊരു സിറ്റുവേഷനിലാക്കാം. നല്ല സമ്പന്ന കുടുംബത്തിലുള്ള ആളെ കൊണ്ടാക്കിയിരിക്കുന്നത് ഈ പണമില്ലാത്ത ഒരാളുടെ ആൾക്കാർ താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പോൾ അവരെ ഡിസ്കാർഡാണ് ചെയ്യുന്നത്. അപ്പം അവരെയും കംഫർട്ടബിൾ ആക്കാം. എന്തുകൊണ്ട് കംഫർട്ടബിൾ ആക്കിക്കൂടാ? അവരെ കംഫർട്ടബിൾ ആക്കുന്നതോടൊപ്പം തന്നെ ഈ കുട്ടികളെയും കംഫർട്ടബിൾ ആക്കാം. എല്ലാവരും ഒരു ഇതായിട്ട് വരും. അതാണ് പഠിക്കേണ്ടത് നമ്മൾ. ഇത് വലിയൊരു കാര്യമാണ് പഠിക്കേണ്ടത്.